പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ, അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചില കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, തിരിച്ചടികൾ, തകർച്ചകൾ, നഷ്ടങ്ങൾ ഒക്കെ വരും. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും, അല്ലെ മറ്റുള്ളവർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചില പ്രവർത്തികൾ ഞാൻ അറിയാതെ എന്തുകൊണ്ട് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് എനിക്കിതൊക്കെ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ പലപ്പോഴും പല രീതിയിൽ പലരും ആൻസർ ചെയ്യും. ചില ആളുകൾ നമ്മളോട് പറയും, നിന്റെ ചെയ്തി കൊണ്ടാണ് നിനക്ക് സംഭവിച്ചത്. ചില ആളുകൾ പറയും, ഇത് കണ്ടകശനിയാണ്, അല്ലെ ഏഴശനിയാണ്. ചിലർ പറയും, ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഭാഗമാണ്. സുഖമെന്ന പോലെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പെണ്ടിലത്തെ പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു പെന്തുലമാടുന്നു. അത് സുഖവും ദുഃഖവും, സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് ഒരു ഒരു തിരമാല പോലെ. അതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തീഷ്ണത നമുക്ക് മനസ്സിലാകുക. എന്തൊക്കെ പറഞ്ഞാലും ഈ തകർച്ചകളുടെ ഇടയിൽ നമ്മളെ കാക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. എത്രയധികം തകർച്ച ഉണ്ടായ സമയത്തും, നമ്മൾ വളരെ നിരാശരായി നിന്ന സമയത്തും എന്തോ ഒരു പ്ലാൻ നടത്തുന്ന ഒരു അദൃശ്യ കരം. അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെയൊക്കെ ഒരു ശരീരം തന്നെ ഡിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ പ്രപഞ്ചം ഡിസൈൻ ചെയ്ത ഒരു ഇൻ്റലിജൻസിന് ഓരോ വ്യക്തിയെക്കുറിച്ചും അറിയാം എന്നാണ്. ഓരോ വ്യക്തിയെക്കുറിച്ചും വിശദമായിട്ടുള്ള, നിയതമായിട്ടുള്ള, ക്ലിയറായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ട്. ദൈവത്തിനെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ശക്തി. ആ ശക്തിക്ക് നമുക്ക് ഉണ്ട്. അതിനെ ചില മതങ്ങളുടെ അതിർവരമ്പുകളിലിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചട്ടക്കൂടി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയും. ഒരു നമ്മുടെ രാവിലെ ഒരു മുടി നമ്മുടെ തലയിൽ നിന്ന് താഴെ വീണത് പോലും ആ ശക്തിക്ക് അറിയാം. കാരണം ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ ഈ വിശാലതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ പ്രപഞ്ചം ഇത്രയും ശക്തമായ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾ പോലും സംഭവിക്കുന്നത് ആ അറിവോട് കൂടിയാണ്, ഒരു പ്ലാനോട് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. എത്ര കഷ്ടപ്പാട് വന്നാലും, എത്ര സന്തോഷം വന്നാലും ഒന്ന് മാത്രം നമുക്ക് പറയാം, ഇതും കടന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ജീവിതത്തിലെ അനുഭവങ്ങളെയും ഒരേ രീതിയിൽ സ്വീകരിക്കാനും അംഗീകരിക്കാനും ജീവിക്കാനും സാധിക്കും. താങ്ക് യു.